ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഒരു പുഡിംഗ് റെസിപ്പിയും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. മുഴുവനായി നിങ്ങൾ കണ്ടുനോക്കി. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കൂടെ ഒരു സ്മൈലെങ്കിലും കമൻ്റ് ആയിട്ടും വിടുക. അപ്പോൾ നമ്മളെ ചപ്പാത്തി ഒറ്റയൊന്ന് പൊള്ളച്ച് ഇങ്ങനെ ബോൾസായി വന്നിട്ടില്ല കേട്ടോ. ചില ചപ്പാത്തി ഇത് ഇൻസ്റ്റൻറ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങൂലേ പാക്കറ്റ്, അതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതേതായാലും സെറ്റപ്പ് ആയിട്ടില്ല, എന്നാലും ഞാൻ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തലേ ദിവസം ഞാൻ പുഴമീൻ കിട്ടിയിട്ടുണ്ടായിട്ട് നമുക്ക്. അപ്പോൾ നമ്മളതൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചതുകൊണ്ട് ഈസി ആയിട്ട് കുക്ക് ചെയ്യാനായിട്ട് പറ്റി. രാവിലെ തന്നെ നമുക്ക് ചപ്പാത്തിയും പുഴമീൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുട്ടികൾക്കുള്ള ചോറ് തന്നെ പെട്ടെന്ന് റെഡിയാക്കി അതിൻ്റെ ഇടയിൽ പിന്നെ റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ അതൊന്ന് ചോറ് ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സോയാബീൻ ചങ്ക്സ് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. അത് ലഞ്ച് ബോക്സിലേക്കുള്ള ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ നമ്മൾ റെഡിയാക്കിക്കൊണ്ട് എടുക്കുകയാണ്. നല്ല രാവിലെ എല്ലായിടത്തും ഇങ്ങനെ തന്നെയല്ലേ, കാരണം നല്ല ബിസി ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സോയാബീനാണ് കേട്ടോ. ഒരാൾക്കിത് ഭയങ്കര ഇഷ്ടമാണ്, ഒരാൾക്കിത് വലിയൊരു ഇഷ്ടമൊന്നുമില്ല. എന്നാലും ഞാൻ ഒന്നെന്നെ മതിയല്ലോ എഴുതിയിട്ട് എല്ലാവർക്കും 3 ആൾക്കും തന്നെ കൊടുത്തിടാമെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുഞ്ഞൂനുള്ളത് ഇതിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. മതി. അതിനായില്ലല്ലോ ഫുട്ബോള്. അപ്പോൾ ഇനി സ്നാക്ക് ബോക്സിലേക്ക് കുറച്ച് പഴം വാട്ടിയെടുക്കാമെന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നടക്കൂല, എനിക്ക് രാവിലെ പറഞ്ഞു, എനിക്ക് ഒഴിവില്ല, കുട്ടീനെ കുളിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും ഉരുളങ്ങയും കൊണ്ടേക്കോട്ടെ, എനിക്ക് നാളെ ഉരുളങ്ങയും കൊണ്ടുപോകാം. 10 റുപ്യ പറ്റുന്നാ പരാതിയൊക്കെ ഉണ്ടെങ്കിലും പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അതന്നെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കുത്തിർക്കാമെന്ന് എഴുതിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാൻ കരുതി ബീഫും കൂടി കൊണ്ട് ഇത് വരട്ടി വെക്കാമെന്ന് എഴുതി. കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് ഒന്ന് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാണാൻ കളറില്ലെങ്കിലും ലുക്കില്ലെങ്കിലും നല്ല ടേസ്റ്റുള്ള ബീഫാണ് കേട്ടോ, വരട്ടിയതാണ്. ബീഫൊക്കെ അവിടെ കുക്കായി വരുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ ഞാൻ കരുതിയിരുന്ന ആ ബീഫ് ഉണ്ടാകുമ്പോൾ എന്തായാലും ലേറ്റായിട്ടൊരു കറിയല്ലേ നല്ലത് കരുതിയാണ്ട് നമ്മളെ മുരിങ്ങൻ്റെ ഇല പറിച്ചു കൊടുത്തിട്ടുണ്ടായിനി, അതൊന്ന് ഊരിയെടുക്കാമെന്ന് കരുതി. മുരിങ്ങൻ്റെ ഇലക്ക് ഇപ്പോൾ ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ. ബീഫിൻ്റെ ഒരു സീസൺ ആയതുകൊണ്ടായിരിക്കാം. എന്തായാലും എല്ലാവർക്കും ബീഫും ഇങ്ങനത്തെ കറികളൊക്കെ അല്ലേ കാരണം ഇഷ്ടം. ബീഫിൻ്റെ കൂടെ നമുക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. എന്തായാലും ഞാൻ മുരിങ്ങയിലേക്ക് ഊരിയെടുത്ത് ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചെറുള്ളി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മുരിച്ചെടുത്തിട്ട് നമ്മളെ പച്ചമുളക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ അതിൽ നന്നായി നീർന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളാണ്ട് ഒഴിച്ച് കൊടുക്കാം. അഥവാ വിരുന്നാരൊക്കെ വരികയാണെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളം ഇനിയും ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു കറിയാകുമ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. എന്തായാലും നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇന്ന് ഇത്രയും മതി കേട്ടോ, ഒന്ന് വിരുന്നാരൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളെ ഈ ഒരു മുരിങ്ങൻ്റെ ഇല ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ബീഫും ചിക്കനൊക്കെ കഴിക്കുമ്പോൾ എന്തായാലും മുരിങ്ങൻ്റെ ഇല അതുപോലെ നന്നായി കഴിക്കുന്നത് നല്ലതാണെന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം അതാണ് കേട്ടോ. മുരിങ്ങൻ്റെ ഇല വെച്ചിട്ട് എന്തെങ്കിലും ഒരു കറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇന്ന് നമുക്ക് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയും കൂടി ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടു നോക്കേണ്ടി. അപ്പോൾ ആ കറി അവിടെ റെഡിയായി. ഇനി പപ്പടം പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ലഞ്ചിൻ്റെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ബീഫ് വരട്ടിയതും പപ്പടം പൊരിച്ചതും കറിയൊക്കെ റെഡിയാക്കി വെച്ച് മൊത്തത്തിൽ കൗണ്ടർ ടോപ്പൊക്കെ പാത്രങ്ങളും മൊത്തത്തിൽ കച്ചറയ നിറഞ്ഞിരിക്കുക. അതൊക്കെ ഒന്ന് കഴുകി ക്ലീനാക്കി വെക്കട്ടെ. അതുകൊണ്ടിട്ട് പിന്നെ നമ്മൾ അതൊക്കെ ചെയ്തതിന് ശേഷം ഇവിടെ മൊത്തത്തിലൊന്ന് തുടച്ച് വൃത്തിയാക്കാം കേട്ടോ. ഈ ഒരു ടൈമായപ്പോൾക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ, നല്ല ദാഹമുണ്ട്. കാര്യം രാവിലെ 2 ചപ്പാത്തി കഴിച്ചതാണ് കേട്ടോ. പിന്നെ നമ്മൾ കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ അടുത്ത് കുറച്ച് ടാങ്കിൻ്റെ പൗഡർ ഉണ്ടായിന്, അതിലേക്ക് കുറച്ച് കസ്കസ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഉണ്ടാക്കി കുടിച്ചാന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം തീർന്നിട്ട് പിന്നെ നമ്മൾ കിട്ടുന്ന ടൈം നമുക്കായിട്ട് മാറ്റി വെക്കും കേട്ടോ. ഞാൻ എനിക്കായിട്ട് മാറ്റി വെക്കലുണ്ട്. നമ്മളെ കാര്യം നമ്മളെല്ലാം നോക്കണ്ടേ. നമ്മളെ ഫോണിൽ നമുക്ക് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാനും പിന്നെ അതുപോലെ എന്തെങ്കിലും വെള്ളമൊക്കെ ഉണ്ടാക്കി ഞാനൊന്ന് കുടിച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യും കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ടെൻഡർ കൊക്കനട്ട് വാങ്ങാൻ വേണ്ടിയിട്ടും കുറച്ച് ക്യാരറ്റും ഐറ്റംസൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിന്. കാര്യം 2 പുഡിങ്ങിന് ഓർഡർ ഉണ്ടായിട്ട് നമുക്ക് തൊട്ടടുത്ത വീട്ടിൽ എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 500 ഗ്രാം ക്യാരറ്റാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് ഞാൻ ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ആക്കിയിട്ട് ഇത് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ കട്ട് ചെയ്തിട്ടൊന്ന് 2 വിസിൽ കുക്കറിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലൊരു വലിയ സൈസ് ക്യാരറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഏലക്കായും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ക്യാരറ്റ് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് റെഡിയാക്കാം. ആ ഒരു ടൈമിൽ ഞാൻ ഈ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചോപ്പറിലിട്ടിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് പാലാണ് കേട്ടോ. അതിലേക്ക് ഞാൻ ഈ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് ഈ പുഡിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ 1 കപ്പ് ഞാൻ ഈ മിക്സിൻ്റെ ജാറിലേക്ക് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ആ 1 കപ്പ് പാലിൽ തന്നെ നമ്മളെ ഈ ഒരു ക്യാരറ്റ് ഞാൻ നന്നായിട്ടൊന്ന് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് അവിടെ വെക്കാം. ചൈന ഗ്രാസ് എടുക്കാം. ഞാനിപ്പോൾ ഇത് 10 ഗ്രാമാണ് കേട്ടോ. അതുപോലെ 2 എടുത്തിട്ടുണ്ട്. 20 ഗ്രാമിൻ്റെ ചൈന ഗ്രാസാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് മെൽറ്റാകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കുറച്ച് വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. പിന്നെ നമ്മൾ 1 ലിറ്റർ പാലിൻ്റെ 1 കപ്പല്ലേ എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള പാലും കൂടി ഈ ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നമ്മൾ ചൈന ഗ്രാസും മറ്റേ അടുപ്പത്ത് ചൈന ഗ്രാസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും ഒരേ ടൈമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതി. ചൈന ഗ്രാസ് ഇതിൻ്റെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി കേട്ടോ. ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളെ മിൽക്ക് മെയ്ഡില്ലേ അതിട്ടോ കുറച്ച് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ള മാത്രമേ ഇട്ടിട്ടുള്ളൂ. മധുരമുണ്ട്, അത്യാവശ്യം നല്ല മധുരം തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ അധികം നട്ട്സ് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നട്ട്സൊന്നും ചേർത്തിട്ടില്ല. മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ളത്. പിന്നെ ഇതെല്ലാം കുറേശ്ശായിട്ട് ആവശ്യത്തിനുള്ളത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അടി
ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിച്ച് വേറെ രൂപത്തിലാവും. പിന്നെ നമ്മൾ ചൈന ഗ്രാസും അതോടൊപ്പം തന്നെ ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് പാലൊന്ന് ചൂടായതിനു ശേഷം ഒന്ന് തിളച്ചതിന് ശേഷം ഞാൻ ഈ ഒരു ക്യാരറ്റ് നമ്മൾ അരച്ച് വെച്ചിട്ടില്ലേ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ് കേട്ടത്. ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്യുക. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ ടെൻഡർ കൊക്കനട്ടിൻ്റെ പുഡിങ്ങിൻ്റെ റെസിപ്പി ഞാൻ നെക്സ്റ്റ് വീഡിയോ ചെയ്യാം കേട്ടോ. ഞാൻ ഉണ്ടാക്കണ എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോ ചെയ്യാൻ എഴുതിയിട്ടുണ്ട്. ഇത് നമുക്ക് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് സാഫ്രോൺ ഉണ്ടായിരുന്നു കേട്ടോ, കുങ്കുമപ്പൂവില്ലേ. ഇതൊരു നല്ലൊരു ഫ്ലേവർ, ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടമാവും കേട്ടോ. എന്തായാലും ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ അധികം ഡെക്കറേഷനൊന്നും ഇല്ലല്ലോ ഇതിട്ട് ഇട്ട് കൊടുത്താൽ കേട്ടോ. ഇതിന് വേണമെന്നില്ല. എന്തായാലും ഇതിൻ്റെ സ്മെല്ല് ഇഷ്ടമുള്ളവർക്ക്, ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇതാവട്ടോ. ഇതിങ്ങനെ പതഞ്ഞ് ഇതിൻ്റെ ആ പതല്ലേ അതിങ്ങനെ ഇതിൻ്റെ ഈ ഒരു പാനിൻ്റെ സൈഡിൽ കൂടെ ഉണ്ടല്ലോ, അത് നമുക്ക് ഒഴിവാക്കട്ടെ, അത് വേണ്ട. ഇനി നമുക്ക് ഈ ഒരു ടൈമിൽ എന്ത് ചെയ്യാം, ചൈന ഗ്രാസ് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഇത് കട്ടായി നിൽക്കണ ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതിൽ അരിപ്പയിൽ ഇട്ടിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതിപ്പോൾ അരിപ്പയിൽ പിന്നെ ഈ മധുരം ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഉറുമ്പുകളൊക്കെ വരും കേട്ടോ. അപ്പോൾ ഞാനത് ഒഴിവാക്കിയതാണ് കേട്ടോ അത്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു കൊടുക്കാം. രണ്ട് മൂന്ന് ഡ്രോപ്സ് വനില എസൻസും കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇതിൽ വീഡിയോ കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ ഈ പാനിൻ്റെ ഈ ഒരു സൈഡിൽ കൂടെ വന്ന ഈ ഒരു ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാം കേട്ടോ. ഇതൊക്കെ അവിടെ നിന്നോളും. എന്തായാലും ഈ ചൂടോടെ തന്നെ നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 2 ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ ഇടയ്ക്ക് ഇത് നമുക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇങ്ങനെ അതുപോലെ എല്ലായിടത്തും ആക്കി കൊടുക്കാം. നട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ. അത് പെട്ടെന്നായപ്പോൾ എൻ്റെ കയ്യിൽ നട്സൊന്നും ഇല്ല ഇനി, അപ്പോൾ നട്സൊന്നും വേണ്ടാന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാരയും ക്യാരറ്റും ഇട്ടിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒന്ന് റെഡി ആക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ പുഡിങ്ങിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ടെൻഡർ കൊക്കനട്ടിൻ്റെ പുഡിങ്ങും കൂടി ഇതിൻ്റെ കൂടെ റെഡി ആക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ വീഡിയോ എടുക്കുമ്പോൾ ലെങ്ത്ത് കൂടൂലേ, അതുകൊണ്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. മറ്റൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യും. എന്തായാലും എൻ്റെ പുഡിങ്ങും റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. എന്തായാലും കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇത് ഒരു കുറച്ച് നേരം 2-3 മണിക്കൂറെങ്കിലും മാക്സിമം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ ഇതുപോലെ വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ ഞാനിത് കൊടുക്കാനുള്ളതായതുകൊണ്ട് ഇങ്ങനെ റാപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ 2-3 മണിക്കൂർ വെക്കാം. അപ്പോഴേക്ക് നന്നായി തണുത്ത് സെറ്റായി കിട്ടും.
അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ഡേ കാണാം ഇൻഷാ അല്ലാ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.